ബോസ് സീസൺ 6 പങ്കെടുക്കാനായിട്ട് ബിഗ് ബോസിൻ്റെ ഓഡീഷൻ കോൾ പോയി ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത 3 പെൺപുലികളുടെ പേരാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പക്ഷേ കൺഫേംഡ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ലാലേട്ടൻ അവരുടെ പേര് വിളിച്ച് ആ ഒരു വീട്ടിലേക്ക് കയറ്റുമ്പോൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. പക്ഷേ ഇത് പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്ന് മാത്രമേ പറയുള്ളൂ. കൺഫേംഡ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ 3 പേർക്കും ഓഡീഷൻ കോൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഇൻ്റർവ്യൂ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ 4 ഇൻ്റർവ്യൂ ആണ് ബിഗ് ബോസിലേക്കുള്ളത്. അതിനകത്തെ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതിൽ നിന്ന് സെലക്റ്റായി അടുത്ത ഘട്ടത്തിലേക്ക് പോയി നിൽക്കുന്ന 3 പെൺപുലികളാണ്. പെൺപുലികൾ എന്ന് തന്നെ പറയണം, കാരണം ഇവർ 3 പേരും വന്ന തകർക്കും. അപ്പോൾ നമുക്ക് ലിസ്റ്റിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരാണ് അൻഷിത അഞ്ചി. അൻഷിത അഞ്ചിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടെവിടെ സീരിയലിലെ നായികയായിട്ട് നായിക എന്ന സൂര്യ ആയിട്ട് അഭിനയിച്ചിരുന്നതാണ് അഞ്ചി. അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ ഉണ്ട്. സീസൺ 4 ദിൽഷ പ്രസന്നനെ കൊണ്ടുവന്ന പോലെ, സീസൺ 5 നമ്മുടെ സീസൺ 5 റണ്ണറപ്പായിരുന്ന അത് റനീഷനെ കൊണ്ടുവന്നതുപോലെ സീസൺ 6 അൻഷിതനെ കൊണ്ടുവരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. കാരണം ഇവർ 3 പേരും ഒരേ വേവ് ലെങ്ത് ഉള്ള ആളുകളാണ്. നമുക്കിത് റനീഷയുടെ കാര്യത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റനീഷനെയും അൻഷിതനെ കണ്ടാൽ പോലും പിടികിട്ടില്ല. അത്രയും ഒരുപോലെ ആ ഒരു സാദൃശ്യമുള്ള 2 വ്യക്തികളാണ്. വേണമെങ്കിൽ ഫോട്ടോ ഞാനിവിടെ കാണിച്ചു തരാം. കണ്ട 2 പേരെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇത്തരത്തിൽ സാമ്യമുള്ള പോലെയൊന്നും അല്ല. ഇവരുടെ ടോക്കിംഗ് സെൻസും അതുപോലെ തന്നെ ഇവർ ചൂടാവേണ്ട സമയത്ത് ചൂടാവുന്നതും എല്ലാം ഒരുപോലെയാണ്. നിങ്ങൾ ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരുപാട് പരിപാടികളൊക്കെ വരുമല്ലോ, ഇപ്പോൾ ഇത് ഓണത്തോടനുബന്ധിച്ചു അല്ലെങ്കിൽ സ്റ്റാർട്ട് മ്യൂസിക് കാണാറുണ്ടോ? സ്റ്റാർട്ട് മ്യൂസിക്കിലൊക്കെ ഇവർ വരുമ്പോൾ കാണാം ഒരുപോലെയാണ് ഇവരുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ വെച്ചിട്ട് 100% അൻഷിത വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ കൺഫേംഡ് ഞാൻ പറയില്ല. അപ്പോൾ നമുക്ക് അടുത്ത പേരിലേക്ക് പോകാൻ പോവുകയാണ്. ബിഗ് ബോസ് മല്ലു ടോക്സ്. ബിഗ് ബോസിൻ്റെ തന്നെ കണ്ടൻറ് റിവ്യൂവർ ആയിട്ടുള്ള രേവതി, ഡോക്ടർ രേവതിയാണ് അടുത്ത നമ്മുടെ, അല്ലെങ്കിൽ ഈ ലിസ്റ്റിലെ രണ്ടാമത് വരുന്നത് രേവതിയാണ്. രേവതി ബിഗ് ബോസ് സീസൺ 5 പോകേണ്ട ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് സീസൺ 5 നിന്ന് വളരെ കാര്യമായിട്ട് തന്നെ രേവതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രേവതിയുടെ മോള് അന്ന് കുഞ്ഞിതായിരുന്നു. പക്ഷേ രേവതി പറഞ്ഞു, ഇനിയൊരു അവസരം വരികയാണെങ്കിൽ അടുത്ത സീസണുകളിലായിട്ട് ഇനിയൊരു അവസരം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കുമെന്ന് അന്ന് തന്നെ രേവതി പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ആ ഒരു സമയത്ത് ബിഗ് ബോസ് സീസൺ 5 പോകാത്തത് മോള് വളരെ കുഞ്ഞിതാണ്, ഇപ്പോൾ എൻ്റെ സാന്നിധ്യം അവൾക്ക് ആവശ്യമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് രേവതിയുടെ വീഡിയോയിൽ തന്നെ രേവതി ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ രേവതിനെ വിളിച്ചിട്ടുണ്ട്. രേവതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. രേവതി ചെല്ലുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ബിഗ് ബോസിനെ 4 കൊല്ലത്തോളം പഠിച്ച് അതിൻ്റെ കണ്ടൻറ്റുകൾ ഓരോന്ന് റിവ്യൂ ചെയ്ത് ഓരോ ടാസ്കുകളും ഗെയിമുകളും എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് അറിഞ്ഞായിരിക്കും രേവതി കളിക്കാൻ പോവുക. പക്ഷേ നമ്മളെല്ലാവരും പറയുന്നത് പോലെ തന്നെ ബിഗ് ബോസ് ഒരു പ്രഷർ കുക്കറാണ്. പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനുകളൊക്കെ നടപടലം തെറ്റി നമ്മൾ ആ വഴി ഈ വഴിയൊക്കെ കയറി പിന്നെ ഒരു വഴി ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും രേവതി വന്നാൽ പൊളിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ പേരാണ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി അറക്കൽ ശ്രീലക്ഷ്മി എന്ന് പറയാം. നമ്മുടെ ചിറക്കൽ ശ്രീഹരിയൊക്കെ പോലെ അതൊക്കെ പോട്ടെ. നമ്മുടെ ഫെമിനിസ്റ്റാണ് പുള്ളിക്കാരത്തി. അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷം നല്ല ഈക്വലായിട്ട് നല്ല ഇപ്പോൾ ആണുങ്ങളെ പൊക്കിക്കൊണ്ടുവരുന്ന സ്ഥലത്ത് അവിടെയൊക്കെ ചെന്ന് അടിച്ച് തെറിപ്പിച്ച് ഈക്വലാക്കി നിർത്താനായിട്ട് പറ്റുന്ന ഒരാൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാ സീസണുകളിലും ബിഗ് ബോസ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ ബിഗ് ബോസിലുണ്ടെങ്കിലും പൊളിക്കും. കാരണം പുള്ളിക്കാരത്തിൻ്റെ ടോക്കിംഗ് സെൻസ്, പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും അതുപോലെ തന്നെ പുള്ളിയുടെ ഇൻ്റർവ്യൂകളും കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ടോക്കിംഗ് സെൻസ് അപാരമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ് തോപ്പിക്കാൻ ആളുകൾ കുറച്ച് കഷ്ടപ്പെടും. നിങ്ങൾ വേണമെങ്കിൽ ഇനി പോയി പുള്ളിക്കാരത്തിൻ്റെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കി. ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ അല്ല ഒന്ന് കയറി നോക്കിക്കളയാം. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്കാരത്തി ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് കാറ്റഗറിയിലേക്ക് പോയി 3rd ലെവലും 4th ലെവലും ഇൻ്റർവ്യൂ കംപ്ലീറ്റ് വിജയകരമായി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 ശ്രീലക്ഷ്മി അറക്കൽ, ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കലും ഉണ്ടാകും. ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ വെച്ച് ഇവരെ 3 പേരെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് അൻഷിതയും, രണ്ടാമതായിട്ട് പറഞ്ഞ രേവതിയും, മൂന്നാമതായിട്ട് പറഞ്ഞ ശ്രീലക്ഷ്മി അറക്കലും 3 പേരും ബിഗ് ബോസിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഏകദേശം 100% തന്നെയാണ്. പക്ഷേ കൺഫേംഡ് പറയില്ല. ലാലേട്ടൻ അവരുടെ പേര് വിളിച്ച് വാ സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പേര് പറിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് കയറി ആ ഒരു ഡാൻസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറിയതിന് ശേഷം നിങ്ങൾ അറിഞ്ഞാൽ മതി. കൺഫേംഡ് പറയില്ല. പക്ഷേ ഇവർ 3 പേരും തീർച്ചയായിട്ടും ഉണ്ടാവും. കൺഫേംഡ് പറയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും കൺഫർമേഷൻ പോലെയാണ് പറയണത്. അപ്പോൾ അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ
ഇവർ 3 പേരെയും നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്നുള്ളത്, ആര് വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളുണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്ത വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്